സംസ്ഥാനത്ത് വ്യാപാരി വ്യവസായി മേഖലയെ ഉത്തേജിപ്പിക്കാൻ വ്യാപാരി സമൂഹം നടത്തുന്ന ഗ്രാൻഡ് കേരള കൺസ്യൂമർ ഫെസ്റ്റിന് ധനകാര്യ GST വകുപ്പിന്റെ പൂർണ്ണ പിന്തുണ അറിയിച്ച് ധനമന്ത്രി KN ബാലഗോപാൽ. ഓൺലൈൻ വ്യാപാര മേഖലയിൽ വൻതോതിലാണ് നികുതി ചോർച്ച ഉണ്ടാകുന്നതെന്നും ഇ-വേ ബില്ലിംഗ് സംവിധാനം ഫലപ്രദമായി നടപ്പിലാക്കാൻ കേരള കൺസ്യൂമർ ഫെസ്റ്റിന് സാധിക്കുമെന്നും ധനമന്ത്രി ചൂണ്ടിക്കാട്ടി. ഫെസ്റ്റിവലിന്റെ ഭാഗമായി നികുതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യാപാരികൾക്ക് അവബോധം നൽകാൻ സംഘടിപ്പിച്ച ചർച്ചയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ഓൺലൈൻ ഷോപ്പിംഗും വൻകിട മാളുകളും കടന്നുവന്നതോടെ മന്ദഗതിയിലായ വ്യാപാര വ്യവസായ മേഖലയ്ക്ക് ഉണർവ് നൽകാൻ 6 മാസം നീണ്ടുനിൽക്കുന്ന ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവലിനാണ് തുടക്കമാകുന്നത്. ഇതിന്റെ ഭാഗമായി GST സ്ലാബിനെക്കുറിച്ചും മറ്റ് അനുബന്ധ കാര്യങ്ങളെക്കുറിച്ചും അവബോധമുണ്ടാക്കാനായി വ്യാപാരി വ്യവസായ സമൂഹം ഒരുമിച്ചുകൂടി. വ്യാപാരികൾ നേരിടുന്ന ലൈസൻസിംഗ് പ്രശ്നങ്ങൾ, നികുതി സംബന്ധമായ ആശങ്കകൾ, സാമ്പത്തിക വെല്ലുവിളികൾ എന്നിവ മറികടന്ന് അധിക ചെലവുകൾ ഒഴിവാക്കി എങ്ങനെ ലാഭമുണ്ടാക്കാം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയായി. കാർഷിക മേഖല കഴിഞ്ഞാൽ രാജ്യത്ത് ഏറ്റവും അധികം വരുമാനം നൽകുന്ന 4 കോടിയോളം വരുന്ന ചെറുകിട വ്യാപാരി വ്യവസായ സമൂഹത്തെ ഉത്തേജിപ്പിക്കുന്ന എന്ത് സംരംഭത്തിനും സർക്കാരിന്റെ പൂർണ്ണ പിന്തുണയെന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ധനമന്ത്രി KN ബാലഗോപാൽ വ്യക്തമാക്കി. ഓൺലൈൻ വ്യാപാരത്തിൽ വരുന്ന സാധനങ്ങൾക്കും ഇ-വേ ബില്ലിന് തുല്യമായ സംവിധാനം വേണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഒരു ചെറിയൊരു വിജയം ഞാൻ പറയുന്നുള്ളൂ, തീരുമാനിച്ചിട്ടുണ്ട്. നടപ്പിലാക്കിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കേരളമാണ് ഇത്തരം കാര്യങ്ങൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനം. ഈ ബില്ലുണ്ടാവുക എന്നുള്ളത് മൊത്തം ബില്ലിങ്ങിന്റെ അടിസ്ഥാനത്തിൽ വരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കുറച്ചാളുകൾ ബില്ലില്ലാതെ കൊടുക്കുകയും ബാക്കിയുള്ളവർ ബില്ലോടുകൂടി കൊടുക്കുകയും ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അതൊരു ഈക്വലായ ഗ്രൗണ്ട് അല്ല, ലെവൽ പ്ലേയിങ് ഫീൽഡ് അല്ല. അവിടെയാണ് ഈ പറഞ്ഞ നിങ്ങൾ ഈ നടത്തുന്ന കാര്യങ്ങളുടെ പ്രത്യേകത. വലിയൊരു ഉത്സവമായിട്ട് നടത്തുകയാണ്. ആ പരിപാടിയിൽ എല്ലാത്തരം സഹായവും ഈ പറഞ്ഞ സിസ്റ്റമാറ്റിക്കായിട്ട് നടപ്പിലാക്കുന്നതിന് എല്ലാ സഹായവും ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാവും എന്നുള്ളത് അന്നേ പറഞ്ഞാണ്. ഇപ്പോഴും ഞാൻ വീണ്ടും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിനെ കുറിച്ചും ഇ-വേ ബില്ലുകളുടെയും ഇൻവോയ്സുകളുടെയും കാര്യക്ഷമമായ ഉപയോഗത്തെക്കുറിച്ചും ചർച്ച ചെയ്തു. റദ്ദാക്കൽ നടപടികൾ, അപ്പീൽ സംവിധാനങ്ങൾ, പ്രധാനപ്പെട്ട വെബ്സൈറ്റുകളുടെയും ഹെൽപ്പ് ഡെസ്കുകളുടെയും ഉപയോഗം എന്നിവ വിലയിരുത്തി. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.